ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരെ, കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് മണിക്കടവ് ഗ്രാമത്തിൽ മണിക്കടവ് സെൻറ് തോമസ് ഹൈസ്കൂൾ ഗ്രൗണ്ട് ഇന്ന് വളരെ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. അവിടെ SPC കുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡ് വളരെ പ്രൗഢഗംഭീരമായി നടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് നമ്മളോട് ചേരുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് സാറാണ്. ഇത് ഒരുപാട് കാലത്തെ കഠിനാധ്വാനത്തിന് ശേഷമുള്ള ഒരു പ്രകടനമായിരുന്നു കുട്ടികളുടെ. എത്രയോ ദിവസങ്ങളായിട്ട് കുട്ടികൾ ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഉളിക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ഇവിടെ പരേഡും അതിൻ്റെ റിഹേഴ്സലും പരിപാടികളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ചടങ്ങായിരുന്നു ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ മനോഹരമായ ചടങ്ങ് എന്നതിനപ്പുറമായിട്ട് ഇതിന് ഒരുപാട് ഗുണവുമുണ്ട്. SPC എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഒരു സ്കൂളാക്കി മാറ്റുന്നതിനും ഒരു നാട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിനുമൊക്കെ ഈ കുട്ടികൾ ഒരുപാട് മുൻകൈ എടുക്കാറുണ്ട്. ഒരു കൾച്ചർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇത് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിസര ശുചീകരണം, പ്രകൃതി സ്നേഹം, പിന്നെ മറ്റ് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒരു അവബോധം തുടങ്ങിയൊക്കെ ഈ SPC വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നുണ്ട്. അവർ അത് ഫലപ്രദമായി മറ്റു കുട്ടികളിലേക്ക് എത്തിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇത്തരമൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് പ്രസാദ്. ഞാൻ SPCയുടെ കണ്ണൂർ റൂറൽ ജില്ലയുടെ അസിസ്റ്റൻറ്റ് നോഡൽ ഓഫീസറാണ്. നമ്മുടെ ജില്ലയിൽ 47 സ്കൂളുകളാണ് SPCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. 2 +2 സ്കൂളും അതുപോലെ തന്നെ 45 ഹൈസ്കൂളുമാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് മണിക്കടവ് സ്കൂള്. കഴിഞ്ഞ 3 വർഷമായി മാത്രമാണ് ഇവർക്ക് ഇവിടെ യൂണിറ്റ് അനുവദിച്ച് കിട്ടിയത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ വളരെ മനോഹരമായിട്ട് പാസിംഗ് ഔട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിലാണ് പാസിംഗ് ഔട്ട് കുട്ടികൾ നടത്തിയത്. എങ്കിലും രക്ഷിതാക്കളുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും നമ്മുടെ ഉളിക്കൽ സ്റ്റേഷനിലെ DIമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹകരണത്തോടു കൂടി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കുട്ടികൾ പാസിംഗ് ഔട്ട് നടത്തിയത്. നല്ല ഗംഭീരമായ പാസിംഗ് ഔട്ടാണ്. എൻ്റെ പേര് ജിബി ജോസഫ്. ഞാൻ ഈ സ്കൂളിലെ CPO ആണ്, എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ. നമ്മുടെ സ്കൂളിൽ 2021 SPC പദ്ധതി ആരംഭിക്കുന്നത്. 2021 മുതൽ ഇത് 2ാമത്തെ ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ് നമ്മൾ ഇന്ന് കണ്ടത്. നമ്മുടെ കുട്ടികൾ ഒത്തിരി പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തവണ പാസിംഗ് ഔട്ട് പരേഡിനായി തയ്യാറായത്. അവരുടെ പരിശീലന കാലഘട്ടത്തിൽ നിരന്തരമായി മഴയും മറ്റ് തടസ്സങ്ങളൊക്കെ നേരിട്ടപ്പോഴും അവരെല്ലാ ദിവസവും രാവിലെ ഇവിടെ വരികയും നിരന്തരമായ പരിശീലനത്തിൻ്റെ ഫലമായി അതിൻ്റെ റിസൾട്ടാണ് നമുക്കിന്നിവിടെ കാണാൻ കഴിഞ്ഞത്. ഇവിടെ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ എന്നോട് പറയുകയുണ്ടായി, നമ്മൾ പോലീസ് 9 മാസം കൊണ്ടാണ് അവരവരുടെ പരേഡ് പൂർത്തിയാക്കുന്നത്.
അതുപോലെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമ്മളുടെ ഈ പരേഡിനുണ്ടായിരുന്നു എന്ന് പല ഉദ്യോഗസ്ഥരും പറയുകയുണ്ടായി. ഞങ്ങൾക്ക് ഒത്തിരി അഭിമാനം തോന്നുന്നു ഈ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിലും. അതുപോലെ തന്നെ വി ലേൺ ടു സെർവ് എന്നുള്ളതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. എന്ന് വെച്ചാൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം കുട്ടികളാണ്. അപ്പോൾ അവരെ പോലീസ് സേനയോട് അനുബന്ധിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിനും അതുപോലെ സാമൂഹികമായ പ്രതിബദ്ധത അവർ വളർത്തുന്നതിനും ഈ പദ്ധതി വളരെയധികം ഉപകാരപ്രദമാണ്. ഈ കുട്ടികൾക്ക് കരുത്ത് പകരാൻ, ഈ സാമൂഹിക പ്രതിസന്ധിക്കിടയിൽ പിടിച്ചു നിൽക്കാൻ കരുത്തുള്ളവരായി മാറാൻ ഈ SPC പദ്ധതി കുട്ടികളെ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ ഏറെ അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. നല്ല അച്ചടക്ക ബോധമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള, ലഹരിക്കെതിരെ പോരാടാൻ കരുത്തുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്ന് അഭിമാനത്തോടെ ഈ നിമിഷം ഓർക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പാസിംഗ് ഔട്ട് പരേഡ് വളരെ മനോഹരമായി തന്നെ നമുക്കെല്ലാവർക്കും നമ്മൾ ഇത്രയും ദിവസത്തെ പരിശീലനം വളരെ മനോഹരമായി തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ നാളെ ഇറങ്ങുമ്പോൾ നല്ലൊരു യുവതലമുറയായിട്ട് ഇറങ്ങാനും SPCയുടെ ആ നാമം ഉയർത്തിപ്പിടിക്കാനും ഞങ്ങൾ പരിശ്രമിക്കും. എല്ലാം കൊണ്ടും ഏറ്റവും നല്ലപോലെ തോന്നി. എല്ലാം ലൈക്ക് ഇപ്പം ലഹരിക്കെതിരെ നമുക്ക് ഇനി ഒന്നുകൂടി പൊരുതാൻ പറ്റും. കാരണം SPCയിൽ ചേർന്നുകൊണ്ട് ലഹരിക്കരുത് പൊരുതാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു അല്ലേ? കൊള്ളാം. മോളെ എന്ത് പറയുന്നു? നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ നന്നായിട്ട് ചേഞ്ചായി. പിന്നെ മടി പിടിച്ചിരിക്കുന്നതിനൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട്, അതേപോലെ എല്ലാത്തിലും നല്ല ചേഞ്ച് ആയി, ആക്റ്റീവ് ആകാൻ സാധിച്ചു അല്ലേ ഇതിൽ വന്നതോടെ? മോളെ എന്ത് പറയുന്നു? കുറേയൊക്കെ നമുക്ക് കുറേ പ്രാക്ടീസൊക്കെ തന്നെ നമ്മൾ വെച്ച് ഭയങ്കര ക്ഷീണമായിരിക്കും. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് ഈ പാസിംഗ് ഔട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇത്രത്തോളം വിലയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമുക്ക് ഓരോരുത്തർക്കും എന്തിനു വേണ്ടിയിട്ടും പൊരുതാനുള്ള കഴിവുണ്ട് എന്നുള്ള തെളിയിച്ചു തന്നവരാണ് നമ്മുടെ പോലീസ് ഓഫീസേഴ്സും CPO ഓഫീസേഴ്സും എല്ലാം. അപ്പം നമുക്ക് ഇനിയും മുന്നോട്ട് ഈ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് നമുക്ക് ഇനിയും എല്ലാം കൊണ്ടും പൊരുതാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വളരെ നല്ലതാണ്. SPCയിലൂടെ നമുക്ക് കുറേ നല്ല ഗുണങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അച്ചടക്കം, അങ്ങനത്തെ നല്ല ഗുണങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. SPC എൻ്റെ ജീവിതത്തിലൊരു നാഴികക്കല്ലായിരുന്നു. സമൂഹത്തിലേക്ക് ആക്റ്റീവായി ഇറങ്ങാനും എല്ലാ കാര്യങ്ങൾക്കും മുമ്പോട്ട് നിൽക്കാനും എന്നെ സഹായിച്ചു. SPC പങ്കെടുത്തോടെ എല്ലാവർക്കും ഒരു വ്യക്തിത്വം ഉണ്ടായി, നല്ലൊരു വ്യക്തിത്വം ഉണ്ടായി. അതോടെ പുതിയൊരു യുവതലമുറയെ സൃഷ്ടിക്കാൻ പറ്റി. സ്നേഹമുള്ളവരെ, ഇപ്പോൾ നമ്മളോട് ചേരുന്നത് മണിക്കടവ് സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ മാനേജർ ആയിരിക്കുന്ന വെരി റവറൻ ഫാദർ പയസ് പടിഞ്ഞാറുമുരച്ചനാണ്. വളരെ പ്രത്യേകമായി ഇന്ന് 2023-24 വർഷത്തെ ഹൈസ്കൂൾ വിഭാഗത്തിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പ്രോഗ്രാമിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ദിവസം ഇപ്പോൾ ഈ സമയത്ത് കണ്ടുമുട്ടുന്നത്. 44ഓളം കേഡറ്റുകൾ ഇന്ന് പാസിംഗ് ഔട്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയുണ്ടായി. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ നീലകണ്ഠൻ സാറാണ്. കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാലയമാണിത്. അതാണ് അതിൻ്റെ എനിക്ക് പറയാവുന്നൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 100% വിജയം. മാത്രമല്ല, കുട്ടികളുടെ എല്ലാ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കലാപരമായ കാര്യങ്ങളിൽ സബ് ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ വിജയികൾ ഏറെ നൽകിയിട്ടുള്ളൊരു വിദ്യാലയമാണിത്. ഈ കഴിഞ്ഞ 2 വർഷങ്ങളിൽ എനിക്കത് അടുത്തറിയാം. അതുപോലെ തന്നെ കായിക തലങ്ങളിൽ, സംസ്ഥാന തലത്തിൽ, ദേശീയ തലത്തിൽ, വടംവലി പോലെയുള്ള മത്സരങ്ങളിൽ, നീന്തൽ പോലെയുള്ള മത്സരങ്ങളിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. അത്ലറ്റിക് വിഭാഗത്തിൽ, ജാവലിൻ അല്ലേ, അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ കുട്ടികൾ മത്സരിക്കുക. എല്ലാം മിക്കവാറും ദിവസങ്ങൾ അവർ പരിശീലനം നൽകുന്ന അധ്യാപകർ ഒരു നീണ്ട നിര, അത് കായിക അധ്യാപകൻ മാത്രമല്ല എല്ലാ അധ്യാപകരും അതിനോട് സഹകരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു സമഞ്ജസമായ ഒരു എല്ലാ തരത്തിലുള്ള ഒരു പൂർണ്ണതയിലുള്ള ഒരു വിദ്യാലയമാണ്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ ഒരുപക്ഷെ ഒന്നാംകിട സ്കൂളുകളോടൊപ്പം തന്നെ മലയോര പ്രദേശത്തെ 1-ാം നമ്പർ സ്കൂളായി ഈ മണിക്കടവ് മാറാനായി സാധിച്ചിട്ടുള്ളത്. അത് എല്ലാവരും അറിയട്ടെ എന്ന ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. ഏറെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു പരിശീലന കേന്ദ്രമാണ്. നല്ല ഫോർമേഷൻ കിട്ടുന്നിടത്തെ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാവുകയുള്ളൂ. അത് നമുക്ക് അറിവുള്ള കാര്യമാണല്ലോ. അവിടെ നല്ല ഒരു ബെസ്റ്റ് സ്കൂളിൽ പഠിക്കാൻ കഴിയുക. നിങ്ങൾ എവിടെയാണ് പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ മണിക്കടവ് സെൻറ് തോമസ് സ്കൂൾ കോംപ്ലക്സിലാണ് പഠിച്ചതെന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മാഭിമാനം കുട്ടികൾക്കുണ്ടാകട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ SPC നമുക്കിവിടെ 2021 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ 2021 ഇവിടെ HM-ആയിട്ട് വന്നത്. 3 വർഷം കഴിഞ്ഞു. അപ്പോൾ 21 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2ാമത്തെ ബാച്ചാണ്. വളരെ കഴിഞ്ഞ ബാച്ചിനേക്കാൾ കുറച്ചും കൂടെ നന്നായിട്ട് പാസിംഗ് ഔട്ടൊക്കെ നടന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞത്. അത് നമുക്കൊരു അഭിമാനമാണ്. കാരണം ഓരോ വർഷം കൂടുമ്പോൾ അത് മെച്ചപ്പെട്ട് വരിക എന്ന് പറയുമ്പോൾ, കാരണം ആദ്യത്തെ വർഷം ഒരു ബാലാരിഷ്ടതകളൊക്കെ ഉണ്ടാവും.
പഠിച്ചു വരുന്നത്രേ. അതിൻ്റെ ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും അതിനെപ്പറ്റി അറിയില്ല. ഇപ്പം കഴിഞ്ഞ വർഷത്തെ കണ്ടു, ഈ വർഷം കുറച്ച് നന്നായി, അടുത്ത വർഷം വീണ്ടും നന്നായി വരും. അങ്ങനെ നന്നായി വരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ മറ്റ് സഹപ്രവർത്തകർ നല്ല സ്കൂൾ. അച്ഛനിപ്പം പറഞ്ഞു മാനേജ്മെൻറ്റ് എങ്ങനെയാണ് സഹകരിക്കുന്നത്. മാനേജ്മെൻറ്റ് ഇങ്ങനെ സഹകരിക്കുമ്പോൾ നമുക്കത് സഹകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് പരസ്പരം പൂരകങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. മാനേജ്മെൻറ്റ് എങ്ങനെ നിൽക്കുന്നു അതുപോലെ അധ്യാപകർ നിൽക്കും. പിന്നെ ഈ ഇപ്പം 10ാം ക്ലാസ്സിൽ എത്തിയ ബാച്ചാണ് ഇപ്പോൾ ഈ പാസിംഗ് ഔട്ട് പരേഡ് കഴിഞ്ഞ്. അടുത്ത വർഷത്തെ റിസൾട്ടിലേക്കല്ല, അവരുടെ പഠന നിലവാരത്തെക്കുറിച്ച് നോക്കിയാലും ഇതുവരെ ഉണ്ടായ നല്ലൊരു നല്ല ബാച്ചാണ് അവർ. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് നല്ലൊരു റിസൾട്ട് ഇനി ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ.